Next topic, box plots. The box and whisker plot, also called box plot, incorporate 5 summary details of variable. ഒരു വേരിയബിളിൻ്റെ 5 സമ്മറി ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബോക്സ് പ്ലോട്ട്. ഇതിനെ നമുക്ക് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്നും പറയും. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി ഡീറ്റെയിൽസ്? മിനിമം, ഫസ്റ്റ് ക്വാർട്ടൈൽ, മീഡിയൻ, തേർഡ് ക്വാർട്ടൈൽ, മാക്സിമം. ഇങ്ങനെ 5 സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി ഡീറ്റെയിൽസ് കണക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു മെത്തേഡാണ് ബോക്സ് പ്ലോട്ട്. ഒന്നുകൂടെ പറയാം, ഒരു വേരിയബിളിൻ്റെ 5 സമ്മറി ഡീറ്റെയിൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു മെത്തേഡാണ് ബോക്സ് പ്ലോട്ട്. ദെൻ ആ സമ്മറി ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? മിനിമം, മാക്സിമം, ഫസ്റ്റ് ക്വാർട്ടൈൽ, മീഡിയൻ, തേർഡ് ക്വാർട്ടൈൽ. ഹിയർ ഫ്രം ഡാറ്റ സെറ്റ് 1 the marks of accounting is used. ഇവിടെ നമ്മൾ ഡാറ്റ സെറ്റ് 1ൽ മാർക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഈ ബോക്സ് പ്ലോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ പ്രൊസീജിയർ ഈസ് ആസ് ഫോളോസ്: ഗ്രാഫ്സ്, ലെഗസി ഡയലോഗ്, ബോക്സ് പ്ലോട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞ മെനുവിൽ ലെഗസി ഡയലോഗ്സിൽ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഇൻ ദ ബോക്സ് പ്ലോട്ട് ഡയലോഗ് ബോക്സ് സെലക്ട് സിമ്പിൾ. ഇപ്പോൾ എന്താണ്, ബോക്സ് പ്ലോട്ട് ഡയലോഗ് ബോക്സ് വരും, അതിനകത്ത് സിമ്പിൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഡാറ്റ ഇൻ ചാർട്ടർ റേഡിയോ ബട്ടൺ സെലക്ട് സമ്മറീസ് ഓർ സെപ്പറേറ്റ് വേരിയബിൾ. ദെൻ ഡാറ്റ ഇൻ ചാർട്ടർ എന്നുള്ള ഓപ്ഷനിൽ എന്താണ്, സമ്മറീസ് ഓർ സെപ്പറേറ്റ് വേരിയബിൾ എന്നുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഡിഫൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിഫൈൻ സിമ്പിൾ ബോക്സ് പ്ലോട്ട് സമ്മറീസ് ഓർ സെപ്പറേറ്റ് വേരിയബിൾ ഡയലോഗ് ബോക്സ്. അപ്പോൾ എന്താണ്, ഡിഫൈൻ സിമ്പിൾ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യും. മൂവ് ദ വേരിയബിൾ മാർക്സ് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് യു വാണ്ട് ദ ബോക്സ് പ്ലോട്ട് ടു പ്രിപ്പയർ ഇൻ ടു ദ ബോക്സസ് റെപ്രസെൻറ്റ് ബോക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് വേരിയബിളിൻ്റെ ആണോ ബോക്സ് പ്ലോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ വേരിയബിളിനെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ബോക്സസ് റെപ്രസെൻറ്റ് എന്നുള്ള ഇതിനകത്തേക്ക് മൂവ് ചെയ്യിക്കുക. ക്ലിക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദ ഔട്ട്പുട്ട് ഈസ് ഗിവൻ ബിലോ. ദ ഔട്ട്പുട്ട് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് സച്ച് ആസ് മീഡിയൻ, ലോവർ ക്വാർട്ടൈൽ, അപ്പർ ക്വാർട്ടൈൽ, മിനിമം ആൻഡ് മാക്സിമം ഈസ് മാർക്ക്ഡ്. അപ്പോൾ ഈ താഴെ പറഞ്ഞാക്കുന്ന ഔട്ട്പുട്ടിൽ ഈ 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് ആയ മീഡിയനും ലോവർ ക്വാർട്ടൈലും അപ്പർ ക്വാർട്ടൈലും മിനിമം മാക്സിമം ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേരിയബിളിൻ്റെ 5 സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി ഡീറ്റെയിൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്കാറ്റർ പ്ലോട്ട്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കണ്ടിന്യൂസ് വേരിയബിൾ. അതായത് 2 കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ പ്ലോട്ട്. This is very useful to identify the correlational relationship between variable. അതായത് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷണൽ റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഹിയർ ഫ്രം ഡാറ്റ സെറ്റ് 1 മാർക്സ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് മാർക്സ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ ഡാറ്റ സെറ്റ് 1ലെ ഇൻകം ടാക്സിൻ്റെ മാർക്കും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ മാർക്കും എന്നുള്ള 2 വേരിയബിളാണ്. ഈ 2 വേരിയബിൾസാണ് നമ്മൾ ഈ സ്കാറ്റർ പ്ലോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ്സിൽ ലെഗസി ഡയലോഗ്സിൽ സ്കാറ്റർ/ഡോട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് നിന്ന് സിമ്പിൾ സ്കാറ്റർ എന്നുള്ള, ഇത് ഫസ്റ്റ് വണ്ണാണത്. സിമ്പിൾ സ്കാറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ദെൻ ഡിഫൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇൻ ദ സിമ്പിൾ സ്കാറ്റർ ഡയലോഗ് ബോക്സ്, അപ്പോൾ സിമ്പിൾ സ്കാറ്റർ ഡയലോഗ് ബോക്സ് വരും. ഫിഗർ 44ൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ്, അപ്പോൾ ഇവിടെ നമ്മൾ മാർക്സ് ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളത് എന്തിലേക്ക്, വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യിച്ചു. റൈറ്റ് സൈഡിലുള്ള വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യിച്ചു. ദെൻ മാർക്സ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത് റൈറ്റ് സൈഡിലുള്ള എക്സ് ആക്സിലേക്ക് മൂവ് ചെയ്യിച്ചു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ വൈ ആക്സിൽ വന്നത് ഏതാണ്, ഇൻകം ടാക്സിൻ്റെ മാർക്കും എക്സ് ആക്സിൽ വന്നത് മാർക്കറ്റിങ്ങിൻ്റെ മാർക്കുമാണ്. ഇങ്ങനെ 2 കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ പ്ലോട്ട്. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോഗ്രാം. എ ഹിസ്റ്റോഗ്രാം റെപ്രസെൻറ്റ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾസ്. അതായത്
ഒരു എന്താണ് കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോഗ്രാം. ഇത് ഹിസ്റ്റോഗ്രാം അതാണ് കാണിക്കുന്നത് ഒരു എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾസിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് അപ്പിയേഴ്സ് വെരി സിമിലർ ടു ബാർ ഡയഗ്രാം. അതായത് ഹിസ്റ്റോഗ്രാം ശരിക്കും ബാർ ഡയഗ്രാം ബാർ ചാർട്ട് പോലെ തന്നെ ഇരിക്കും. ബട്ട് ദർ ആർ ഫ്യൂ ഡിഫറൻസ്. പക്ഷേ എന്താണ് ബാർ ചാർട്ടിനേക്കാൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്റോഗ്രാം ഈസ് പ്രിപ്പയർഡ് ഫോർ കണ്ടിന്യൂസ് വേരിയബിൾ. എ ബാർ ഗ്രാഫ് ഈസ് എ ഡയഗ്രാമാറ്റിക് കമ്പാരിസൺ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഹിസ്റ്റോഗ്രാം എന്തിനാണ് കണ്ടിന്യൂസ് വേരിയബിളാണ് യൂസ് ചെയ്യണമെങ്കിൽ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. അതായത് ബാർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്തു. അതായത് ഒരു ഇവിടെ തന്നെ ഗ്രാഫിൽ അതായത് പേജ് നമ്പർ 71 ഗ്രാഫിൻ്റെ ബാർ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ. അപ്പോൾ അതിനകത്ത് അതായത് ഫിഗർ 33 വന്നത്. ഇവിടെ നമ്മൾ കാറ്റഗറി വേരിയബിളായ 12th എക്സാം ബോർഡ് എന്ന് പറഞ്ഞ ആ വേരിയബിളാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 3 കാറ്റഗറീസ് വരുന്നുണ്ട്. HSC, ദെൻ CBSE, ISC. അത് മൂന്നും എന്താണ് ഈ HSC എന്നുള്ളത് അത് ISC എന്നുള്ളത് ഒരു ബാറ്, സ്റ്റേറ്റ് ബോർഡ് എന്നുള്ളത് ഒരു ബാറ്, ദെൻ CBSE എന്നുള്ളത് ഒരു ബാറ്. അപ്പോൾ നമുക്കറിയാം അത് നമ്മളെന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിളിന് വേണ്ടിയാണ് നമ്മൾ ബാർ ഡയഗ്രാം പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇവിടെ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് വേരിയബിളിന് വേണ്ടിയിട്ടാണ്. ദ ഹിസ്റ്റോഗ്രാം ഈസ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ബാർസ് അൺലൈക്ക് ബാർ ചാർട്ട്. കണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്താണ് ഓരോ ബാറിനും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഹിസ്റ്റോഗ്രാം എന്താണെന്ന് വെച്ചാൽ ബാർ ചാർട്ടിനെ പോലെ എന്താണ് ഇടയിൽ ഗ്യാപ്പുകൾ വരുന്നില്ല. ഇത് കണ്ടിന്യൂസ് ബാർസ് ആണ് വരക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫ്സിൽ, ലെഗസി ഡയലോഗ്സിൽ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഡയലോഗ് ബോക്സ് വരും. മൂവ് ദ റിലവൻറ്റ് വേരിയബിൾ ഇൻ ടു വേരിയബിൾ ബോക്സ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾ ഏതിൻ്റെയാണോ കണ്ടത് അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത വേരിയബിളിൻ്റെ ഔട്ട്പുട്ട് അതായത് ഈ ഹിസ്റ്റോഗ്രാം എന്താണ് ഔട്ട്പുട്ട് വ്യൂവറിൽ ഡിസ്പ്ലേ ആകും കേട്ടോ. നെക്സ്റ്റ് ബൈവേരിയറ്റ് കോറിലേഷൻ. Simple bivariate correlation is a statistical technique that is used to determine the existence of relationship between two variables. ഇവിടെയും എന്താണ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനാണ് ബൈവേരിയറ്റ് കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് മറ്റു നെക്സ്റ്റ് വേരിയബിളിൽ എന്തൊക്കെ മാറ്റമുണ്ടാക്കി. അപ്പം ഇങ്ങനെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മെത്തേഡാണ് ബൈവേരിയറ്റ് കോറിലേഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. എക്സിൽ ചേഞ്ചസ് വരുമ്പോൾ എന്താണ് വൈക്ക് എന്താണ് ചേഞ്ച് വന്നത്. അപ്പം അങ്ങനെയാണ് പറയുന്നത് മാർക്ക് ഓഫ് ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 2 ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ R ആൻഡ് ഇസ് വാല്യൂ ബിറ്റ്വീൻ +or-1 ആൻഡ് ഡെപിക്സ് ത്രൂ ദ സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ എന്താണ് മാർക്സ് ഓഫ് ഇത് രണ്ട് സബ്ജക്റ്റിൻ്റെ എന്താണ് ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്നുള്ള മാർക്സുകളാണ് ഇവിടെ വേരിയബിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ R. ഈ കോറിലേഷൻ അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ R സ്മോൾ ലെറ്റർ R ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് എന്താണ് R എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഡെപിക്സ് ത്രൂ ഇതെന്താണ് കാണിക്കുന്നത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ആണിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. To determine if there is any correlation between marks of accounting and marks of costing, perform the following. അപ്പോൾ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ മാർക്കും കോസ്റ്റിങ്ങിൻ്റെ മാർക്കും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബൈവേരിയറ്റ് കോറിലേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഇവർ ഈ മാർക്സ് ഓഫ് അക്കൗണ്ടിങ്ങും മാർക്സ് ഓഫ് കോസ്റ്റിങ്ങും സെലക്ട് ചെയ്താക്കുന്നത് അതായത് ഇത് രണ്ടും എന്താണ് പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ എന്താണ് പ്രോബ്ലംസ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് എന്തായിരിക്കും അക്കൗണ്ടിങ്ങിന് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കോസ്റ്റിങ്ങിനും മാർക്ക് ഉണ്ടാവും. അതേസമയം എന്താണ് അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കറിയാം അക്കൗണ്ടിങ്ങിന് മാർക്ക് കുറയുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും കോസ്റ്റിങ്ങിനും മാർക്ക് കുറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ഈ രണ്ടും തമ്മിലുള്ള എന്താണ് ഇത് രണ്ടും ബൈവേരിയറ്റ് കോറിലേഷൻ സെലക്ട് ചെയ്താക്കുന്നത്. രണ്ടും പ്രോബ്ലം പേപ്പേഴ്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അനലൈസിൽ കോറിലേറ്റിൽ ബൈവേരിയറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ബൈവേരിയറ്റ് കോറിലേഷൻ ഡയലോഗ് ബോക്സ് വരും. മൂവ് ദ റിക്വയർഡ് വേരിയബിൾ ഇൻ ടു വേരിയബിൾ ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ ബോക്സിലേക്ക് ഇത് രണ്ടും മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് എന്താണ് പേപ്പറുകൾ മാർക്സ് ഓഫ് അക്കൗണ്ടിങ്ങും മാർക്സ് ഓഫ് കോസ്റ്റിങ്ങും നമ്മൾ വേരിയബിൾ ബോക്സിലേക്ക് മൂവ് ചെയ്യിച്ചു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. അത് ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട് മാർക്സ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ പിയേഴ്സൺ കോറിലേഷൻ,
മാർക്സ് ഓഫ് അക്കൗണ്ടിങ് 1 വന്നിട്ടുണ്ട്, 0.474 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതായത് 1 വെച്ചാൽ അതായത് പോസിറ്റീവ് കോറിലേഷനാണ് വൈ. അതായത് +R എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇവിടെ നമ്മൾ 1 ഉള്ള വാല്യൂ വന്നിരിക്കുന്നത് പോസിറ്റീവ് കോറിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തു. അതേസമയം -1 ആണ് വന്നെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. നമുക്കിവിടെ -1 ഒന്നും വന്നിട്ടില്ല. ദെൻ നേരത്തെ പറഞ്ഞ പോലെ R എന്നുള്ളത് അത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയിലാണ് കിടക്കുന്നത്. ഈ ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഒരു പോസിറ്റീവ് കോറിലേഷനാണ്, -1 ആണെങ്കിൽ അതൊരു നെഗറ്റീവ് കോറിലേഷനാണ്. അതേസമയം ഇപ്പോൾ ഇവിടെ 0.474 വന്നത് ഇറ്റ് ഈസ് എ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഈ 0.474 എന്നുള്ളതൊരു മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ വരും. അപ്പോൾ മനസ്സിലാക്കാനുള്ളത് അതായത് 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എക്സിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ ആ 2 വേരിയബിൾ തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ചേഞ്ചസ് വരുമ്പോൾ എന്താണത് എന്തായാലും വൈക്കും ചേഞ്ചസ് വന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ 2 വേരിയബിളാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ വാല്യൂ ആറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ആറിൻ്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും. ഇത് കാണിക്കുന്നത് എന്താണ്, ഒരു ആ 2 വേരിയബിൾസ് തമ്മിലുള്ള അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നതെന്ന്.